ഇന്ന് നമ്മൾ പഠിക്കുന്നത് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 8ലെ 14th ലെസൺ ജലം എന്നൊരു ചാപ്റ്റർ ആണ്. ഇപ്പോൾ കുഞ്ഞു ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് എന്താ വാട്ടർ ഇസ് പ്രഷ്യസ് എന്ന് പറയുന്നത് അല്ലെ. വാട്ടർ ഇസ് എ പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് നേച്ചർ. ജലം എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതിയുടെ അമൂല്യമായിട്ടുള്ള ഒരു സമ്മാനമാണ്, ഗിഫ്റ്റ് ആണ് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ഇവിടെ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പഞ്ചായത്ത് നീർത്തട സംരക്ഷണ പദ്ധതി ആയിട്ടുള്ള നീരുറവ് എന്ന് പറയുന്ന ഒരു പദ്ധതിയെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഇതാ നോക്കാട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പത്രവാർത്ത കൊടുത്തിരിക്കുകയാണ്. ചന്ദ്രനിലെ ജനസാന്നിധ്യം ജീവന്റെ തെളിവാണോ? ആകാംക്ഷയോടുകൂടി ശാസ്ത്രലോകം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ജലം ഉണ്ടെങ്കിൽ ജീവനും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊരു സാധ്യതയാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു ചാപ്റ്ററിൽ ഇനി എക്സ്ട്രാ പോയിന്റ്സ് എന്തൊക്കെയാണ്. അപ്പൊ ജലത്തെ കുറിച്ചാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അമൂല്യമായിട്ടുള്ള പ്രകൃതി വിഭവമാണ് ജലം. ഭൂമിയിലെ ജീവന്റെ ഉത്ഭവത്തിനും നിലനിൽപ്പിനും കാരണമായത് ജലത്തിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഗ്രഹങ്ങളിൽ ജീവനെ തേടുന്ന ശാസ്ത്രജ്ഞർ ജലസാന്നിധ്യവും അന്വേഷിക്കുന്നുണ്ട് അല്ലെ. ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവൻ ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്തുണ്ടാവണം? ജലവും ഉണ്ടാവണം. ശ്വസനം, ദഹനം, വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളൽ തുടങ്ങിയ ജീവൻ പ്രവർത്തനങ്ങൾക്ക് ജലം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കണ്ണിന്റെ നനവും ശരീരത്തിന്റെ താപവും നിയന്ത്രിച്ചു നിർത്തുന്നതും ആര് തന്നെയാണ്? ജലം തന്നെയാണ്. ജലത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. കൂടാതെ ചെടികൾക്ക് വളരാനും പ്രകാശ സംശ്ലേഷണത്തിനും ജലം വേണം. നെക്സ്റ്റ് പോയിന്റ്, കൃഷി, വ്യവസായം, ഊർജ ഉൽപാദനം, ഗതാഗതം എന്നിവയുൾപ്പെടെ എല്ലാറ്റിനും ജലം അത്യന്താപേക്ഷിതമായതിനാൽ അത് സംരക്ഷിക്കേണ്ടതും മലിനമാക്കാതെ സൂക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ്. അപ്പൊ ജലം സംരക്ഷിക്കേണ്ടതും മലിനമാക്കാതെ സൂക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ് എന്നുകൂടി മനസ്സിലാക്കുക. പിന്നെ ജലാശയങ്ങളാണ്. ഏതൊക്കെയാണ്? കിണറുകൾ, അരുവികൾ, പുഴകൾ. ഇതൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. ഓരോ നിമിഷവും നമുക്ക് ജലം എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ശ്വസനത്തിനാവട്ടെ, ദഹനത്തിനാവട്ടെ, വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളാനാവട്ടെ, ജീവൽ പ്രക്രിയകൾക്കെല്ലാം എന്ത് വേണം? ജലം അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. കണ്ണിന്റെ നനവ് നിലനിർത്തുന്നതിനും ശരീരത്തിന്റെ താപം നിയന്ത്രിക്കുന്നതിനും ഒക്കെ എന്ത് വേണം? ജലം വേണം. നമുക്ക് മാത്രം മതിയോ? പോരാ. ചെടികൾക്കും വളരാനും പ്രകാശ സംശ്ലേഷണത്തിനും ഒക്കെ ജലം ആവശ്യമാണ്. കൃഷി, വ്യവസായം, ഊർജ ഉൽപാദനം, ഗതാഗതം എന്നിവയുൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ജലം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കണം, അത് മലിനമാക്കാതെ സൂക്ഷിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ കടമയാണ്. ഇപ്പൊ നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്? ജലത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? കുളിക്കാൻ, കുടിക്കാൻ, പാചകത്തിന്, ക്ലീനിങ്ങിന് വേണ്ട എല്ലാ പർപ്പസിനും നമുക്ക് ജലം ആവശ്യമാണ്. അപ്പൊ നോക്കിയേ, ഇനി ജലത്തിന്റെ കുറച്ച് സവിശേഷതകളാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഏറ്റവും ആദ്യം ലേയത്വം അല്ലെങ്കിൽ സോലുബിലിറ്റിയെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോലുബിലിറ്റി എന്താണ്? വ്യത്യസ്ത ബീക്കറുകളിൽ എടുത്തിട്ടുള്ള ജലത്തിലേക്ക് കറിയുപ്പ്, പഞ്ചസാര, തേൻ, വിനാഗിരി, സോപ്പ് പൊടി, ചെറുനാരങ്ങ നീര്, കാസ്റ്റിക് സോഡ എന്നിവ കുറച്ച് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ അവിടെ സംഭവിക്കുക നോക്കാം. അവിടെ ശുദ്ധജലം, ജലത്തിൽ ചേർക്കുന്ന പദാർത്ഥം എന്ന് പറഞ്ഞ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ശുദ്ധജലമാണ് തന്നിരിക്കുന്നത്. ശുദ്ധജലം തരുമ്പോൾ നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിലാണ് നമ്മൾ പരീക്ഷണം നടത്തുന്നത് അല്ലെ. ആ ലിറ്റ്മസ് പേപ്പർ ഈ ശുദ്ധജലത്തിലേക്ക് മുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ലിറ്റ്മസ് പേപ്പറിന് യാതൊരു നിറവും ഉണ്ടാവുകയില്ല. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജലത്തിന് അസിഡിറ്റിയോ അല്ലെങ്കിൽ ആസിഡ് സ്വഭാവം അല്ലെ ബേസിക സ്വഭാവം ഇല്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ന്യൂട്രൽ ആണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ പ്യുവർ വാട്ടറിലെ ശുദ്ധജലം എന്ന് പറയുന്നത് ലിറ്റ്മസ് പേപ്പറിന് യാതൊരു നിറവും നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ജലം എന്ന് പറയുന്നത് ക്ഷാരഗുണവുമില്ല, അതുപോലെ അമ്ലഗുണവും ഇല്ല. ഇനി കറിയുപ്പ്. കറിയുപ്പ് ചേർക്കുമ്പോ എങ്ങനെയാ? കറിയുപ്പ് ഇതാ നീല അല്ലെങ്കിൽ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിൽ നിരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്ക് അവിടെ ഒരു ചേഞ്ചും ഇല്ല എന്നാണ് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, നോ ചേഞ്ച് ആണേ, നോ ചേഞ്ച്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് എന്താന്ന് പറയാം? ന്യൂട്രൽ ആണ് എന്ന് പറയാം അല്ലെ. ചേഞ്ച് ഒന്നും ഇല്ല എന്നതിന്റെ അർത്ഥം എന്താണ്? അത് ന്യൂട്രൽ ആണ്. നമ്മൾ ഈ വാട്ടറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്താ സെക്കൻഡേ ന്യൂട്രൽ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ന്യൂട്രൽ. ഓക്കെ, ഇനി അടുത്തത് കറിയുപ്പിന്റെ കേസ് അതേപോലെ തന്നെയാണ് എവിടെ വരിക? പഞ്ചസാരയുടെ കേസും ഏകദേശം അതുപോലെ തന്നെയാണ് വരിക. ഓക്കെ, പഞ്ചസാരയുടെ കേസും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ.
പിന്നെ വരുന്നത് പഞ്ചസാരയുടെ കേസിലെ നിഗമനമായിട്ട് നമുക്ക് എന്ത് പറയാം അപ്പോ അതും ന്യൂട്രൽ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പഞ്ചസാരയാണെങ്കിലും ന്യൂട്രൽ ആണ്. ഓക്കെ. ഇനി തേനാണെങ്കിലോ, തേന്റെ കേസിൽ എങ്ങനെയാ വരിക? തേനിന്റെ കേസിൽ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ബ്ലൂ ലിറ്റ്മസ് റെഡ് കളറായി മാറുകയാണ് ചെയ്യുക. ഓക്കെ. തേനിന്റെ കേസിൽ ബ്ലൂ ലിറ്റ്മസ് എന്തായിട്ട് മാറും? റെഡ് കളറായിട്ട് മാറും. ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് ആയിട്ടാണ് മാറുക. ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവുകയാണെങ്കിൽ അതിന് അസിഡിക് നേച്ചർ ഉണ്ട് എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അസിഡിക് നേച്ചർ, അസിഡിക്. ഓക്കെ. അപ്പൊ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആയാൽ അതിന്റെ അർത്ഥം നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്താണോ അതെന്താണ്? അസിഡിക് നേച്ചർ ഉള്ളതാണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഓർത്ത് വെക്കുക? ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് യൂസ് ചെയ്യാം. നിങ്ങളത് വേറെ അർത്ഥത്തിലൊന്നും എടുക്കണ്ട. ഇതാണ് നമ്മുടെ കോഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുമ്പോൾ അത് അസിഡിക് നേച്ചർ ആണ് എന്നുള്ളതാണ് ഇവിടെ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വിനാഗിരിയുടെ കാര്യമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. വിനാഗിരി. വിനാഗിരിയെ കുറിച്ച് പിന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്താ? നീല ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറും? റെഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുക എന്നുള്ളത് അല്ലേ? നമ്മൾ എന്താ പറയാ? വിനാഗിരി അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് എന്നാണ് പറയുന്നത് അല്ലെ? അസറ്റിക് ആസിഡ്. അപ്പൊ ആസിഡ് ആണെന്ന് നമുക്കറിയാം. ആസിഡ് ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവുകയായിരിക്കും ചെയ്യുക. ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവും. അതുകൊണ്ട് തന്നെ അതിന് എന്ത് നേച്ചർ ആയിരിക്കും? അസിഡിക് നേച്ചർ ആണ് എന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് വരുമ്പോൾ സോപ്പ് പൊടി, ചെറുനാരങ്ങ നീര്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ആൽക്കലിക് സ്വഭാവമുള്ളതാണ് ഇനി അടുത്തത് വരുന്നത്. നോക്കാം നമുക്ക്. ഓക്കെ. അപ്പൊ വിനാഗിരി കഴിഞ്ഞു. ഇനി അടുത്തത് ലൈമാണ്. ലൈമും എങ്ങനെ തന്നെയാണ്? സിട്രിക് ആസിഡ് ആണ് അല്ലെ? ലൈമ സിട്രിക് ആസിഡ്. ഓക്കെ. ലൈമ സോപ്പ് പൊടി ഇവിടെ നമുക്ക് ചെയ്യാം. അതിനു മുമ്പ് ചെറുനാരങ്ങ നീരൊന്ന് നോക്കാം കേട്ടോ. ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ സിട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവുകയാണ് ചെയ്യുക. ബ്ലൂ ലിറ്റ്മസ് എന്തായി മാറും? ബ്ലൂ ടു റെഡ് ആവും. ബ്ലൂ ടു റെഡ് ആകും. അപ്പൊ നമുക്കറിയാം അത് എന്താണ്? അസിഡിക് നേച്ചർ ആണ് എന്നറിയാം അല്ലെ? അസിഡിക് നേച്ചർ ആണെന്ന് അറിയാനായിട്ട് പറ്റും. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്ന ഏതാണോ അതെല്ലാം അസിഡിക് പ്രോപ്പർട്ടി ഉള്ളതാണെന്ന് ആലോചിക്കുക. ഇനി അടുത്തത് സോപ്പ് പൊടി അല്ലെ സോപ്പ് പൗഡർ. സോപ്പ് പൗഡർ എന്താണ്? നോക്കിക്കോളൂ കേട്ടോ. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുകയാണ് ചെയ്യുക. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുകയാണ് ആര് ചെയ്യുക? റെഡ് ടു ബ്ലൂ ആണ് ആര്? സോപ്പ് പൊടി റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റും. അതിന്റെ അർത്ഥം എന്താണ്? ഇതിനൊരു ബേസിക് നേച്ചർ ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഒരു കോഡ് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഉപകാരം എന്ന് വെച്ചാൽ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നതെല്ലാം ആസിഡിക് സ്വഭാവമുള്ളതാണ് എന്ന് നമുക്കറിയാം അല്ലെ? ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നതെല്ലാം എന്താണ്? ആസിഡിക് നേച്ചർ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നതൊക്കെ എന്താണ്? ബേസിക് സ്വഭാവമുള്ളതെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലെ? ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ് ആൽക്കലിക് പ്രോപ്പർട്ടി ആണ്. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് പറയാം? ഈ സോപ്പ് പൊടിയുടെ അതേ കേസ് തന്നെയാണ് ഇവിടെയും വരിക. ഇവിടെ എന്താ വരുന്നത്? റെഡിനെ എന്താക്കി മാറ്റും? റെഡ് ലിറ്റ്മസിനെ എന്തായിട്ട് മാറ്റും? ബ്ലൂ ആയിട്ട് മാറ്റും. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആയിട്ട് മാറ്റും. സോപ്പ് പൊടിയുടെ കേസ് പറഞ്ഞ അതേപോലെ തന്നെയാണ്. അപ്പൊ ഇതെന്താണ്? ബേസിക് നേച്ചർ ഉള്ളതാണ്. ബേസിക് നേച്ചർ. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ നമുക്ക് ഈ ബോക്സ് ഒന്നുകൂടി ഒന്ന് നോക്കാം. എന്താണ് ബോക്സിൽ നമ്മൾ പഠിച്ചത്? കുറച്ച് വസ്തുക്കൾ തന്നിട്ട് അത് അസിഡിക് ആണോ ബേസിക് ആണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഓക്കെ. അപ്പൊ ശുദ്ധജലം എന്ന് പറയുമ്പോൾ ലിറ്റ്മസ് പേപ്പറിന് നിറവ്യത്യാസം ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്താന്ന് പറയാം? ന്യൂട്രൽ ആണ് എന്ന് പറയാം അല്ലെ? ന്യൂട്രൽ ആണ്. ഇനി കറിയുപ്പിനും എങ്ങനെയാണ്? നോ ചേഞ്ച് ആണ് അല്ലെ? ലിറ്റ്മസ് പേപ്പറിന് നിറവ്യത്യാസം ഇല്ല. ലിറ്റ്മസ് പേപ്പറിന് നിറവ്യത്യാസം ഇല്ല എന്നാണ് ഈ നോ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിച്ചേക്കണേ. അതിന്റെ അർത്ഥം എന്താണ്? അതും ന്യൂട്രൽ ആണ്. അപ്പൊ നിറവ്യത്യാസം ഇല്ല എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആണ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുകയാണെങ്കിൽ അസിഡിക് പ്രോപ്പർട്ടി ആണ്. പിന്നെ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുകയാണെങ്കിൽ അത് ബേസിക പ്രോപ്പർട്ടിയും ആണ് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് നോക്കാം. താഴേക്ക് വരാം. പലതരത്തിലുള്ള ലായനികൾ ഉണ്ടാക്കാൻ ജലം ഉപയോഗിക്കുന്നുണ്ട്. ജലത്തിന്റെ സ്വഭാവം അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് അനുസൃതമായിരിക്കും. വിവിധ ആവശ്യങ്ങൾക്ക് ജലം പ്രയോജനപ്പെടുത്തുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഈ സവിശേഷ സ്വഭാവമാണ്. വ്യത്യസ്തമായിട്ടുള്ള നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ജലത്തിനെ സാർവിക ലായകം എന്ന് പറയുന്നു. യൂണിവേഴ്സൽ സോൾവെന്റ്. എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് കാരണമാണ് ജലത്തിനെ എന്ത് പറയുന്നത്?
സാർവിക ലായകം. സാർവിക ലായകം എന്ന് ജലത്തിനെ വിളിക്കാനുള്ള കാരണം എന്താണ്? വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ജലത്തിനുണ്ട്. അപ്പൊ ജലത്തിനെ എന്ത് പറയാം? സാർവിക ലായകം, യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയാം. അപ്പൊ പലതരത്തിലുള്ള ലായനികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജലം ഉപയോഗിക്കുന്നു നമ്മൾ പറഞ്ഞു. ജലത്തിന്റെ സ്വഭാവം എന്നത് അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് അനുസൃതമായിരിക്കും. വിവിധ ആവശ്യങ്ങൾക്ക് ജലം പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിന്റെ സോലുബിലിറ്റി ആണ്. വ്യത്യസ്തമായിട്ടുള്ള നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ജലത്തിനെ എന്ത് പറയുന്നുണ്ട്? യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയും. ജലത്തിനെ സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയും. ഇനി അടുത്തത് കഠിനജലവും മൃദുജലവും ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഹാർഡ് വാട്ടറും സോഫ്റ്റ് വാട്ടറും. ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ നോക്കാം. അപ്പോൾ ഹാർഡ് വാട്ടർ എന്താണ്, സോഫ്റ്റ് വാട്ടർ എന്താണ് എക്സാമ്പിളിലൂടെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. വായിക്കാം. ഓക്കെ, 2 കോണിക്കൽ ഫ്ലാസ്ക്. ഈ ഷേപ്പിലുള്ള ഫ്ലാസ്കിനെയാണ് എന്ത് പറയുന്നത്? കോണിക്കൽ ഫ്ലാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 2 കോണിക്കൽ ഫ്ലാസ്കുകളിൽ ഒന്നിൽ നേരിട്ട് ശേഖരിച്ച മഴവെള്ളവും രണ്ടാമത്തേതിൽ അതേ അളവിൽ കുഴൽക്കിണറിൽ നിന്നുള്ള വെള്ളവും എടുക്കാം. അപ്പൊ ഒന്നില് കുഴൽക്കിണറിൽ നിന്നുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 2 ഫ്ലാസ്ക് ഉണ്ട്. ഒന്നില് കുഴൽക്കിണറിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ടുണ്ട്, മറ്റൊന്നില് മഴവെള്ളം, ഡയറക്റ്റ് മഴവെള്ളവും കളക്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടിലും ഒരേ വലിപ്പത്തിലുള്ള 2 സോപ്പ് കഷ്ണങ്ങൾ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടിലും എന്ത് ചെയ്തു? ഓരോ ചെറിയ കഷ്ണം സോപ്പ് നമ്മൾ ഇട്ടു കേട്ടോ. അപ്പൊ സോപ്പാന്ന് വിചാരിക്കുക. രണ്ടിലും എന്ത് ചെയ്തു? ഓരോ കഷ്ണം സോപ്പ് ഇട്ടു. ഈ സോപ്പിന് രണ്ടിനും എന്താണ്? ഒരേ അളവാണ് കേട്ടോ. ഒരേ അളവിലുള്ള സോപ്പ് കഷ്ണങ്ങളാണ് ഇവിടെ ഇടാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് രണ്ടും നന്നായി കുലുക്കുക. എന്താണ് കാണുന്നത്? അപ്പൊ സോപ്പ് എന്തായാലും സോപ്പിൽ ഡിസോൾവ് ആവും അല്ലെ? സാധാരണഗതിയിൽ ഡിസോൾവ് ആവേണ്ടതാണ്. പൂർണ്ണമായിട്ടും ആയില്ലെങ്കിലും അതിൽ അലിഞ്ഞു തുടങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ബബിൾസ് ഒക്കെ ഫോം ചെയ്യേണ്ടതാണ്. അപ്പൊ സോപ്പ് നന്നായി പതയാത്ത ജലത്തെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? കഠിന ജലം എന്ന് പറഞ്ഞത്. സോപ്പ് ഒട്ടും പതയില്ല എന്നല്ല പറഞ്ഞത്. നന്നായി പതയാത്ത ജലത്തെ കഠിന ജലമെന്നും സോപ്പ് നന്നായി പതയുന്ന ജലത്തെ മൃദുജലം അല്ലെങ്കിൽ സോഫ്റ്റ് വാട്ടർ എന്നും പറയുന്നു. അപ്പോ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. സോപ്പ് പതയാത്ത ജലത്തെ കഠിന ജലമെന്നും സോപ്പ് നന്നായി പതയുന്ന ജലത്തെ മൃദുജലം എന്നുമാണ് പറയുന്നത്. അപ്പൊ ഇനി ജലത്തിന്റെ കാഠിന്യം എന്തായിരിക്കും? ജലത്തിന്റെ ഈ ഒരു കാഠിന്യത്തിന് കാരണം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു കാഠിന്യത്തിന്റെ കാരണമാണ് ഈ ജലത്തിനെ ശുദ്ധജലമെന്നും അതുപോലെ ഹാർഡ് വാട്ടർ കഠിനജലമെന്നും നമ്മൾ പേരിട്ട് വിളിക്കാനുള്ള കാരണം എന്താണ്? അതാണ് നോക്കാനായിട്ട് പോകുന്നത്. അതും ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് ജലമെടുത്ത് അതിലേക്ക് മഗ്നീഷ്യം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ കാൽസ്യം ബൈകാർബണേറ്റ് ലയിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 ബൈകാർബണേറ്റുകളാണ്. ഏതൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഒന്നുകിൽ മഗ്നീഷ്യം ബൈകാർബണേറ്റ് എടുക്കുക, അല്ലെങ്കിൽ അതിലേക്ക് കാൽസ്യം ബൈകാർബണേറ്റ്. ഒന്നുകിൽ മഗ്നീഷ്യത്തിന്റെ അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ ബൈകാർബണേറ്റ് ലയിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ലായനിയിൽ സോപ്പ് പതപ്പിച്ച് നോക്കൂ. നന്നായി പതയുന്നില്ല അല്ലേ? ഇത്തരം ജലമാണ് കഠിന ജലം എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. എന്താണ്? സോപ്പ് നന്നായി പതയാത്ത ജലം അതെന്താണ്? കഠിന ജലമാണ്. മണ്ണിലൂടെ ഒഴുകി വരുന്ന ജലത്തിൽ മണ്ണിലെ ധാരാളം ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ലയിച്ചു ചേർന്ന ലവണങ്ങളാണ് ജലത്തെ കഠിന ജലമാക്കി മാറ്റുന്നത്. ഓർത്തു വെക്കുക, മണ്ണിലൂടെ ഒഴുകി വരുന്ന ജലത്തിൽ ധാരാളം എന്ത് ലയിച്ചു ചേർന്നിട്ടുണ്ട്? ലവണങ്ങൾ, മിനറൽസ് ഒക്കെ ലയിച്ചു ചേർന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മിനറൽസിന്റെ ഒക്കെ പ്രസൻസ് കാരണമാണ് ജലം കഠിന ജലമായിട്ട് മാറുന്നത്. മഗ്നീഷ്യം കാൽസ്യം മുതലായ ലോഹങ്ങളുടെ ചില ലവണങ്ങൾ ലയിച്ചു ചേരുന്നതാണ് ജലത്തിന്റെ കാഠിന്യത്തിന് കാരണം. മഗ്നീഷ്യം കാൽസ്യം മുതലായ ലോഹങ്ങളുടെ ചില ലവണങ്ങൾ ലയിച്ചു ചേരുന്നത് കാരണമാണ് എന്തുണ്ടാവുന്നത്? ജലത്തിന് ഈ ഒരു കാഠിന്യം ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പൊ സോലിബിലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജലത്തിനെ നമുക്ക് മൃദുജലമെന്നും കഠിനജലമെന്നും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ജലത്തിനകത്തുള്ള ലവണങ്ങളുടെ ബേസിസിലാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്? കഠിനജലമെന്നും മൃദുജലമെന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. കഠിനജലം എന്ന് പറയുമ്പോൾ എന്താണ്? സോപ്പ് നന്നായി പതയാത്ത ജലത്തെയാണ് കഠിനജലം എന്ന് പറയുന്നത്. ഈ കഠിനജലം അല്ലെങ്കിൽ ജലം കഠിനമാക്കി മാറ്റുന്നത് എന്താണ്? മഗ്നീഷ്യം കാൽസ്യത്തിന്റെ ലവണങ്ങൾ ലയിച്ചു ചേരുമ്പോഴാണ് ജലത്തിന്റെ കാഠിന്യം ഉണ്ടാകുന്നത്. ഇനി ഇവിടെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. എന്താണ്? ജലത്തിൽ ചേർക്കുന്ന പദാർത്ഥം എന്താണ്? ഇവിടെ ആദ്യം ഒന്നും ചേർക്കുന്നില്ല എന്നാണ് തന്നിരിക്കുന്നത്. ഒന്നും ചേർക്കുന്നില്ല, അപ്പോൾ ശുദ്ധജലമാണ്. ഈ ഒരു ശുദ്ധജലത്തില് സോപ്പ് നന്നായി പതയോ പതയില്ലേ? ശുദ്ധജലത്തിൽ എന്താ സംഭവിക്കുക? ശുദ്ധജലത്തിൽ സോപ്പ് നന്നായി പതയും അല്ലെ? ശുദ്ധജലത്തിൽ സോപ്പ് നന്നായിട്ട് പതയും. അപ്പൊ നിഗമനം എന്ന് പറഞ്ഞാൽ എന്താണ്? സോപ്പ് പതയുന്നുണ്ട്, ഓക്കെയാണ്.
ഇനി അടുത്തത് മഗ്നീഷ്യം കാൽസ്യം ബൈകാർബണേറ്റുകൾ ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മഗ്നീഷ്യം കാൽസ്യം ലവണങ്ങൾ ലയിച്ചു ചേർന്നാൽ സോപ്പ് പതയില്ല, അത് കഠിന ജലമാണ്. സോപ്പ് നന്നായി പതയുമോ? പതയില്ല. എന്താണ്? സോപ്പ് നന്നായിട്ട് പതയില്ല എന്ന് അല്ലെ. ഇവിടെ ഒന്നും ചേർക്കുന്നില്ലെങ്കിൽ സോപ്പ് നന്നായിട്ട് പതയും. സോപ്പ് നന്നായിട്ട് പതയും എന്നുള്ളതാണ് ഇവിടെ നിഗമനം. ഇതെന്താണ്? ഇത് സോഫ്റ്റ് വാട്ടർ ആണ്, അല്ലെങ്കിൽ എന്താണ്? സോഫ്റ്റ് വാട്ടർ ആണ്. ഇതോ മഗ്നീഷ്യം കാൽസ്യം ബൈകാർബണേറ്റ് ഉണ്ടെങ്കിൽ ഇത് എന്ത് വാട്ടർ ആണ്? ഇത് ഹാർഡ് വാട്ടർ ആണ്, മൃദുജലമാണ്. കഠിന ജലമാണ്. കഠിന ജലമാണ്. അപ്പൊ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശുദ്ധജലമാണ്, സോഫ്റ്റ് വാട്ടർ ആണ്. മഗ്നീഷ്യം കാൽസ്യം ബൈകാർബണേറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ സോപ്പ് നന്നായി പതയില്ല, അത് ഹാർഡ് വാട്ടർ അല്ലെങ്കിൽ കഠിന ജലമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് മുകളിൽ തയ്യാറാക്കിയ മഗ്നീഷ്യം ബൈകാർബണേറ്റ് കാൽസ്യം ബൈകാർബണേറ്റ് ലായനി തിളപ്പിച്ച് ചൂടാറിയ ശേഷം സോപ്പ് പതപ്പിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? നന്നായിട്ട് പതഞ്ഞു കിട്ടും. അപ്പോൾ മഗ്നീഷ്യം ബൈകാർബണേറ്റ് ആയാലും കാൽസ്യം ബൈകാർബണേറ്റ് ആയാലും ഇവിടെ എന്താണ്? നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോൾ ആ ഒരു ലവണങ്ങളെ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കുകയും അവിടെ സോപ്പ് നന്നായി പതയുകയും ചെയ്യും. ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം അല്ലെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത് നമുക്ക് തിളപ്പിച്ച് ആ ഒരു കാഠിന്യം മാറ്റാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞത് അല്ലെ. ജലം തിളപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ കാഠിന്യം ഇല്ലാതാകും. ജലം തിളപ്പിക്കുമ്പോൾ അതിന്റെ കാഠിന്യം ഇല്ലാതാകും. അത് താൽക്കാലികമായിട്ടുള്ള കാഠിന്യമാണ്. എന്നാൽ കേസ് മാറുകയാണ്. മഗ്നീഷ്യം കാൽസ്യം മുതലായ ലോഹങ്ങളുടെ, ഇവിടെ നമ്മൾ പറഞ്ഞ മഗ്നീഷ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും ബൈകാർബണേറ്റുകൾ ആണെങ്കിലാണ്, ബൈകാർബണേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് അതിനകത്ത് ലയിച്ചു ചേർന്നതിന് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ചൂടാക്കിയാൽ മതി. അപ്പൊ അത് താൽക്കാലികമായിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ഹാർഡ്നെസ് ആണ്. അത് നമുക്ക് ചൂടാക്കുമ്പോൾ ആ ഒരു ടെമ്പററി ഹാർഡ്നെസ് കുറയ്ക്കാനായിട്ട് പറ്റും. എന്നാൽ മഗ്നീഷ്യം കാൽസ്യം മുതലായ ലോഹങ്ങളുടെ സൾഫേറ്റ് ക്ലോറൈഡ്, നോക്കിയേ, സൾഫേറ്റ് ക്ലോറൈഡ് തുടങ്ങിയ ലവണങ്ങളാണ് ജലത്തിൽ ലയിച്ചു ചേരുന്നതെങ്കിൽ അവയുടെ കാഠിന്യം തിളപ്പിച്ച് മാറ്റാനായിട്ട് സാധിക്കില്ല. ഇത്തരം കാഠിന്യമാണ് സ്ഥിര കാഠിന്യം എന്ന് അറിയപ്പെടുന്നത്. പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക, അത് ചോദിക്കാം. നോക്കിയേ, ഇവിടെ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? മഗ്നീഷ്യം കാൽസ്യം എന്നിവയുടെ ബൈകാർബണേറ്റുകൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് താൽക്കാലിക കാഠിന്യമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിളപ്പിച്ച് ആ ഒരു കാഠിന്യം മാറ്റാനായിട്ട് പറ്റും. ബൈകാർബണേറ്റുകൾ ആണെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഇനി ബൈകാർബണേറ്റ് അല്ല, മഗ്നീഷ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും ഒക്കെ സൾഫേറ്റോ ക്ലോറൈഡുകളോ ആണെന്ന് വിചാരിച്ചോ. സൾഫേറ്റോ ക്ലോറൈഡുകളോ ആണെന്നുണ്ടെങ്കിൽ അത് ജലത്തിൽ ലയിച്ചു ചേർന്നാൽ അവയുടെ കാഠിന്യം നമുക്ക് തിളപ്പിച്ച് മാറ്റാനായിട്ട് പറ്റില്ല, തിളപ്പിച്ച് മാറ്റാനായിട്ട് കഴിയില്ല. അപ്പൊ ഇത്തരം കാഠിന്യമാണ് എന്ത്? സ്ഥിര കാഠിന്യം എന്ന് അറിയപ്പെടുന്നത്, പെർമനന്റ് ഹാർഡ്നെസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോ പെർമനന്റ് ഹാർഡ്നെസ് എന്തിന്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത്? ജലത്തിലെ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളും ഉണ്ടെങ്കിൽ അത് ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണമാകുന്നുണ്ട്. ആ ഒരു സ്ഥിര കാഠിന്യം തിളപ്പിച്ച് മാറ്റാനായിട്ട് സാധിക്കുകയുമില്ല. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മാറിപ്പോവാതെ അത് പഠിച്ചു വെക്കണം. ഇനി മറ്റു വസ്തുക്കളുമായിട്ടുള്ള ആകർഷണം, നമുക്കൊരു എക്സാമ്പിൾ വന്നിരിക്കുകയാണ്. ഒരു ബീക്കറിൽ പകുതി ഭാഗം ജലം എടുത്ത് അതിലേക്ക് ഒരു നേരിയ ഗ്ലാസ് ട്യൂബ് താഴ്ത്തി വെക്കുക. ബീക്കറിലെയും ഗ്ലാസ് ട്യൂബിനുള്ളിലെയും ജലനിരപ്പ് താരതമ്യം ചെയ്യുക. ഗ്ലാസ് ട്യൂബിലെ ജലനിരപ്പ് എങ്ങനെ കാണപ്പെടുന്നു? ജലതന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം കൂടുതലാണെങ്കിലും അതിനേക്കാൾ കൂടുതലാണ് ജലവും ഗ്ലാസും തമ്മിലുള്ള ആകർഷണം. അതിനാൽ ജലം ഗ്ലാസ് ട്യൂബിൽ മുകളിലേക്ക് ഉയരുന്നു. ചേമ്പിലയിൽ അല്പം വെള്ളം ഒഴിച്ചു നോക്കിയാൽ അത് നനയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നനയുന്നുണ്ടോ? ഇല്ല. നല്ല അടിപൊളി ഒരു പിക്ചർ തന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോ ചേമ്പിലയിലെ തന്മാത്രകളും ജലതന്മാത്രകളും തമ്മിൽ ആകർഷണം വളരെ കുറവാണ്, അതുകൊണ്ടാണ് അത് നനയാത്തത് അല്ലെ. അപ്പൊ ഇതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പ്രതലം തീരെ നനയുന്നില്ല. നോക്കിയാൽ ഇവിടെ കണ്ടോ, ഒരു പ്ലാസ്റ്റിക് ഷീറ്റിന് മുകളിൽ ഒരു സിറിഞ്ച് കൊണ്ട് വെള്ളം തുള്ളി തുള്ളിയായി വീഴ്ത്തി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളത്തുള്ളികളുടെ ആകൃതി എന്താണ്? ഗോളാകൃതിയാണ്. അതിന്റെ അർത്ഥം എന്താണ്? പ്രതലം തീരെ നനയുന്നില്ല എന്നുണ്ടെങ്കിൽ തുള്ളികൾക്ക് ഗോളാകൃതി ആയിരിക്കും. ഓക്കെ, അപ്പൊ പ്രതലം തീരെ നനയുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ആ പ്ലാസ്റ്റിക് ഷീറ്റിലുള്ള തന്മാത്രകളും അതുപോലെ ജലത്തിന്റെ തന്മാത്രകളും തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ്. എന്തിന്റെ കേസ് പറഞ്ഞ പോലെ? ഈ ചേമ്പിലയിൽ വീഴുന്ന ജലതന്മാത്രയുടെ കേസ് പറഞ്ഞതുപോലെ ചേമ്പിലയിലെ തന്മാത്രകളും ജലതന്മാത്രകളും തമ്മിൽ ആകർഷണം വളരെ കുറവായതുകൊണ്ടാണ് ചേമ്പില ഈ ഒരു കേസിൽ നനയാത്തത്. അതുപോലെയാണ് പ്ലാസ്റ്റിക് ഷീറ്റിന് മുകളിൽ ജലം വീഴുമ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റിലെ തന്മാത്രകളും ജലതന്മാത്രകളും തമ്മിൽ ആകർഷണം കുറവായതുകൊണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ് നനയുന്നില്ല. കിട്ടിയല്ലോ. ഇനി പ്രതലബലത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രതലബലം നമ്മൾ ഓൾറെഡി ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്.
ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. അത് വിട്ടുപോയി, അപ്പൊ അതൊന്ന് വായിച്ചിട്ട് വരാം. നമുക്ക് ബോക്സ് നോക്കാം. എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ജലത്തിന്റെ മറ്റ് വസ്തുക്കളുമായിട്ടുള്ള കോണ്ടാക്ട് ആംഗിൾ ആണ് ഇവിടെ പഠിക്കുന്നത്. ഒരു പ്രതലത്തിൽ ജലം പരന്നൊഴുകുമ്പോൾ കോണ്ടാക്ട് ആംഗിൾ 0 ഒന്ന് പഠിച്ചു വെച്ചേക്കാം, നമുക്ക് ചോദിച്ചേക്കാം. ഒരു പ്രതലത്തിൽ ജലം പരന്നൊഴുകുമ്പോൾ കോണ്ടാക്ട് ആംഗിൾ 0 ഒരു പ്രതലത്തിൽ ജലം ഒഴുകാതെ ജലത്തുള്ളിയായി തന്നെ നിലനിൽക്കുമ്പോൾ കോണ്ടാക്ട് ആംഗിൾ കൂടുകയാണ് ചെയ്യുന്നത്. ജലം ഒഴുകാതെ നിൽക്കുമ്പോൾ, ജലം ഒഴുകുന്നില്ല, ഒരു പ്രതലത്തിൽ ജലം ഒഴുകാതെ ജലത്തുള്ളിയായി തന്നെ നിലകൊള്ളുമ്പോൾ കോണ്ടാക്ട് ആംഗിൾ കൂടുകയാണ് ചെയ്യുന്നത്. പരന്നൊഴുകുമ്പോൾ കോണ്ടാക്ട് ആംഗിൾ 0 ആണ്. മറ്റേ രീതിയിൽ പറഞ്ഞാൽ പ്രതലവുമായുള്ള ജലത്തുള്ളിയുടെ കോണ്ടാക്ട് ആംഗിൾ കൂടുമ്പോഴാണ് ജലം ആ പ്രതലത്തിൽ ജലത്തുള്ളിയായി തന്നെ നിൽക്കുന്നത്. ചേമ്പിലയില് വന്നിട്ട് ജലത്തുള്ളി വീഴുകയാണ്, അവിടെ എന്താണ് പരന്നൊഴുകുന്നുണ്ടോ? ഇല്ല. അവിടെ എന്താണ് പ്രതലവുമായിട്ടുള്ള ജലത്തുള്ളിയുടെ കോണ്ടാക്ട് ആംഗിൾ അവിടെ എന്താണ് കൂടുതലാണ്. അതുകൊണ്ട് ജലം എന്ത് ചെയ്യുന്നു? ആ പ്രതലത്തിൽ ജലത്തുള്ളിയായി തന്നെ നിലനിൽക്കുന്നു. അതിനാൽ കോണ്ടാക്ട് ആംഗിൾ ജലവും മറ്റ് പ്രതലങ്ങളുമായിട്ടുള്ള ആകർഷണം അളക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യം ചോദിക്കാം, ജലവും മറ്റു പ്രതലങ്ങളുമായിട്ടുള്ള ആകർഷണം അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താ? താഴെ തന്നവയിൽ ഏതാണ്? കോണ്ടാക്ട് ആംഗിൾ ആണ്. ഇപ്പൊ കോണ്ടാക്ട് ആംഗിൾ കൂടുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ജലം അവിടെ തുള്ളിയായി തന്നെ നിലനിൽക്കുകയാണ്. ജലം പരന്നൊഴുകുകയാണെങ്കിൽ അവിടെ കോണ്ടാക്ട് ആംഗിൾ 0 ആണ്. കോണ്ടാക്ട് ആംഗിള് ജലവും മറ്റു പ്രതലങ്ങളുമായിട്ടുള്ള ആകർഷണം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രതലവുമായിട്ടുള്ള ജലത്തുള്ളിയുടെ കോണ്ടാക്ട് ആംഗിൾ കൂടുമ്പോഴാണ് ജലം ആ ഒരു പ്രതലത്തിൽ ജലത്തുള്ളിയായി തന്നെ നിലനിൽക്കുന്നത്. കോണ്ടാക്ട് ആംഗിൾ 0 ആകുമ്പോഴാണ് ജലം പരന്നൊഴുകുന്നത്. ഓക്കെ ആണ്. അടുത്തത് പ്രതലബലം. പ്രതലബലം എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇവിടെ കണ്ടോ, ചില പ്രാണികൾക്കൊക്കെ എന്ത് ചെയ്യാം? ഈ ജല ഉപരിതലത്തിലൂടെ നടക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ ഒരു ഗ്ലാസ് ടംബ്ലറിൽ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ മുകളിൽ സാവധാനത്തിൽ ഒരു ബ്ലേഡ് വെക്കുകയാണ്. ബ്ലേഡ് ജലത്തിൽ താഴ്ന്നു പോകാതെ ജലനിരപ്പിൽ തന്നെ നിൽക്കാനുള്ള കാരണം എന്താണ്? അതൊക്കെയാണ് ഈ ഒരു പ്രതല ബലം എന്ന് പറയുന്നത്, സർഫസ് ടെൻഷൻ. ഓക്കെ. ചിത്രത്തിൽ നിന്നും ഉപരിതലത്തിലെ ജല തന്മാത്രകൾക്ക് അനുഭവപ്പെടുന്ന ബലം ഏതാണ്? സർഫസ് ടെൻഷൻ ആണ്. ഇതിന്റെ ഫലമായി ജല ഉപരിതലം വലിഞ്ഞു മുറുകി ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു. ബ്ലേഡും സൂചിയും പൊങ്ങിക്കിടക്കുന്നതും ചില പ്രാണികൾക്ക് നടക്കാൻ കഴിയുന്നതും ഈ സർഫസ് ടെൻഷൻ കാരണമാണ്. ഓക്കെ അല്ലേ? തന്മാത്രകളുടെ പരസ്പര ആകർഷണം മൂലം ജല ഉപരിതലത്തിന്റെ പരപ്പളവ് കുറയുന്ന വിധത്തിൽ ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതിനെ പ്രതലബലം എന്ന് പറയുന്നു. എന്താണ്? തന്മാത്രകളുടെ പരസ്പര ആകർഷണം മൂലം ജല ഉപരിതലത്തിന്റെ പരപ്പളവ് കുറയുന്നു. എന്തിന്റെയാണ്? ജല ഉപരിതലത്തിന്റെ പരപ്പളവ് കുറയുന്ന വിധത്തിൽ ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതിനെ പ്രതലബലം എന്ന് പറയുന്നു. പ്രാണികൾക്ക് ജല ഉപരിതലത്തിലൂടെ പതുക്കെ നടക്കാൻ കഴിയുന്നത് ഈ ഒരു പ്രതലബലം കാരണമാണ്. ബ്ലേഡ് ജല ഉപരിതലത്തിൽ പൊന്തിക്കിടക്കുന്നത് പ്രതലബലം കാരണമാണ്. പഠിച്ചു വെച്ചേക്ക, തന്മാത്രകളുടെ പരസ്പര ആകർഷണം മൂലം ജല ഉപരിതലത്തിന്റെ പരപ്പളവ് കുറയുന്ന വിധത്തിൽ ഒരു ബലം അനുഭവപ്പെടുന്നു. ആ ബലത്തിനെയാണ് പ്രതലബലം എന്ന് പറയുന്നത്. ഇനി ഒരു കട്ടി കുറഞ്ഞ ലോഹ വളയത്തിന് കുറുകെ ഒരു നൂൽ കെട്ടുന്നു. വളയത്തിനെ സോപ്പ് ജലത്തിൽ മുക്കുന്നു. വളയത്തിൽ ഒരു സോപ്പ് പാട രൂപപ്പെടുന്നു. നൂലിന്റെ ഒരു വശം സോപ്പ് പാട പിന്നുകൊണ്ട് പൊട്ടിക്കുന്നു. ഇപ്പോൾ സോപ്പ് പാടയുടെ ആകൃതി എന്താണ്? പ്രതലബലം എന്തിനനുവദിക്കുന്നു? പ്രതലബലം മൂലം ദ്രാവക പാടയുടെ പരപ്പളവ് കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ സാധാരണ വെള്ളത്തിൽ അലക്കുമ്പോഴാണോ സോപ്പ് വെള്ളത്തിൽ അലക്കുമ്പോഴാണോ എളുപ്പത്തിൽ വൃത്തിയാകുന്നത്? വസ്ത്രങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകുമ്പോഴാണോ തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോഴാണോ നന്നായി വൃത്തിയാകുന്നത്? അപ്പൊ ഈ രണ്ട് കേസിലെയും ആൻസർ പറയൂ. മുഷിഞ്ഞ വസ്ത്രം സാധാരണ വെള്ളത്തിൽ അലക്കുമ്പോഴാണോ സോപ്പ് വെള്ളത്തിൽ അലക്കുമ്പോഴാണോ എളുപ്പത്തിൽ വൃത്തിയാകുന്നത്? ഏതാണ്? സോപ്പ് വെള്ളത്തിൽ അലക്കുമ്പോഴാണ് അല്ലെ? അതുപോലെ വസ്ത്രങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകുമ്പോഴാണോ തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോഴാണോ നന്നായി വൃത്തിയാക്കുന്നത്? നമ്മൾ മേലൊക്കെ തുടയ്ക്കുന്ന ടവല് അല്ലെ, ആഴ്ചയിൽ ഒരിക്കൽ തിളപ്പിച്ചലക്കണമെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിലും സോപ്പും ഒക്കെ അതിന്റെ ആ ഒരു തുണിയിഴകളിൽ പറ്റി പിടിച്ചിരിക്കും. അപ്പൊ അത് കൂടുതൽ വൃത്തിയാകാനും ബാക്ടീരിയ കൂടുതൽ വളരാനുള്ള ചാൻസ് കുറയ്ക്കാനായിട്ടും ഈ വസ്ത്രം എന്ത് ചെയ്യണം? ചൂടുവെള്ളത്തിൽ അല്ലെ, കോട്ടന്റെ ടവൽ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് കഴുകണം.
വസ്ത്രങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകുമ്പോഴാണ് എന്ത് ചെയ്യുക? അത് നന്നായിട്ട് വൃത്തിയാവുന്നത്. ജലത്തിന്റെ ഉയർന്ന പ്രതലബലം മൂലം അവയ്ക്ക് തുണികളെ എളുപ്പം നനയ്ക്കാനായിട്ട് കഴിയില്ല. ജലത്തിന്റെ ഉയർന്ന പ്രതലബലം മൂലം അവയ്ക്ക് തുണികളെ എളുപ്പം നനയ്ക്കാൻ കഴിയില്ല. ജലത്തിൽ സോപ്പ് ചേർക്കുന്നതും ചൂടാക്കുന്നതും പ്രതലബലം കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ തുണി നന്നായി വെളുക്കുകയും അഴുക്ക് കളയുകയും ചെയ്യുന്നു. അപ്പോ ജലത്തിന് എന്തുണ്ട്? ഉയർന്ന പ്രതലബലം ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ജലത്തിന് എന്തുണ്ട്? ഉയർന്ന പ്രതലബലം ഉണ്ട്. ജലത്തിന് ഉയർന്ന പ്രതലബലം ഉണ്ട്. അപ്പൊ ഈ ഒരു ഉയർന്ന പ്രതലബലം ഉള്ളത് കൊണ്ട് തന്നെ അവയ്ക്ക് പെട്ടെന്ന് ഈ ഒരു തുണിയെ നനയ്ക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ജലത്തിന് നമ്മൾ സോപ്പ് ചേർക്കുകയാണെങ്കിൽ അല്ലെ സോപ്പ് മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിലേക്ക് തുണി മുക്കി വയ്ക്കുകയാണെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ ചൂടാക്കുകയാണെങ്കിൽ അപ്പോഴൊക്കെ എന്ത് ചെയ്യും? പ്രതലബലം കുറയും. അപ്പോൾ ജലത്തിലേക്ക് സോപ്പ് ചേർക്കുമ്പോഴും ആ ജലം ചൂടാക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതലബലം കുറയുന്നുണ്ട്. പ്രതലബലം കുറയ്ക്കാനുള്ള 2 വഴികളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ? ജലത്തിൽ സോപ്പ് മിക്സ് ചെയ്യുക, മറ്റൊരു കാര്യം എന്താണ്? ജലം ചൂടാക്കുക. അപ്പൊ പ്രതലബലം കുറയും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ തുണി നന്നായിട്ട് നനയുകയും അഴുക്ക് നന്നായിട്ട് പോവുകയും ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ജലത്തിന്റെ തിളനിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ടുള്ളത്. തിളനില. ഓക്കെ, തിളനില നോക്കാം. താപനില വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ സെറ്റപ്പ് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് പകുതി ജലം നിറച്ചൊരു ഫ്ലാസ്ക് ആണ്. എന്നിട്ട് അതിലേക്ക് കണ്ടോ താപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ജലം ചൂടാക്കുകയാണ്. അപ്പൊ താപനില വർദ്ധിച്ചു വരുന്നുണ്ട്. എന്നാൽ ഒരു നിശ്ചിത താപനിലയിൽ എത്തുമ്പോൾ താപം നൽകിയിട്ടും താപനില വർദ്ധിക്കാതിരിക്കുന്നതിന് കാരണം എന്താണ്? അതായത് വെള്ളം നമ്മൾ വെച്ചു, കുറച്ച് സമയം കഴിയുമ്പോൾ അതിനകത്ത് എന്ത് വരും? ബബിള് വരും. അതിന്റെ അർത്ഥം എന്താണ്? അത് തിളയ്ക്കാനായിട്ട് തുടങ്ങുക എന്നുള്ളതാ. അപ്പോ ഒരു പ്രത്യേക താപനിലയിൽ എത്തിക്കഴിയുമ്പോൾ ആ ജലം തിളയ്ക്കും. അപ്പൊ ജലത്തിന്റെ തിളനില എന്നാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ? പിന്നെ നമ്മൾ താപം കൊടുത്തുകൊണ്ടിരുന്നാല് എന്ത് സംഭവിക്കില്ല? വീണ്ടും താപം നൽകുമ്പോൾ താപനില വർദ്ധിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ജലം ഒരിക്കൽ തിളയ്ക്കാൻ തുടങ്ങിയാൽ അതിന്റെ താപനില ഉയരാത്തതിന്റെ കാരണം എന്താണ്? ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ജലം ഒരിക്കൽ തിളയ്ക്കാൻ തുടങ്ങിയാൽ അതിന്റെ താപനില പിന്നീട് ഉയരാത്തതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ്. എന്താണ് കാരണം? പറയാൻ പറ്റുമോ? ജലം തിളയ്ക്കുമ്പോൾ ജലതന്മാത്രകൾ ലിക്വിഡിൽ നിന്ന് വേപ്പറായിട്ട് മാറുന്നുണ്ട് അല്ലെ? ജലം തിളയ്ക്കുമ്പോൾ ലിക്വിഡ് ആയിട്ടിരിക്കുന്ന ജലം വേപ്പറൈസ്ഡ് ആയിട്ട് പോകുന്നുണ്ട് അല്ലെ? ബാഷ്പീകരണം സംഭവിക്കുന്നു. കൂടുതലായിട്ട് 100 ഡിഗ്രി സെൽഷ്യസിൽ ജലം തിളയ്ക്കുന്നുണ്ട്. പിന്നീട് അധികമായിട്ട് ലഭിക്കുന്ന താപോർജം ഉപയോഗിച്ച് ജലതന്മാത്രകൾക്കിടയിലെ ആകർഷണ ബലത്തെ മറികടന്നുകൊണ്ട് അത് അവസ്ഥാ പരിവർത്തനത്തിന് വിധേയമാവുകയാണ് ചെയ്യുന്നത്. 100 ഡിഗ്രി സെൽഷ്യസിൽ ജലം തിളയ്ക്കുന്നു. പിന്നീട് അധികമായി കിട്ടുന്ന താപം ഉപയോഗിച്ചാണ് അത് അവസ്ഥാ പരിവർത്തനത്തിന് വിധേയമാകുന്നത്. എന്താണ് അവസ്ഥാ പരിവർത്തനം? എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലിരുന്ന ജലം ഇപ്പൊ എന്തായി? വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറി. അതാണ് അവസ്ഥാ പരിവർത്തനം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അധികമായിട്ട് ലഭിക്കുന്ന ഈ ഒരു താപം ഉപയോഗിച്ചിട്ടാണ് ജലം അവസ്ഥാ പരിവർത്തനത്തിന് വിധേയമാകുന്നത്. ഓക്കെ അല്ലേ? ഇനി തിളയ്ക്കുന്ന ജലത്തിനാണോ നീരാവിക്കാണോ കൂടുതൽ ഊർജമുള്ളത്? എന്താണ്? തിളയ്ക്കുന്ന ജലം ഏൽക്കുമ്പോഴാണോ അല്ലെ നീരാവി ഏൽക്കുമ്പോഴാണോ നമുക്ക് കൂടുതൽ പൊള്ളൽ അനുഭവപ്പെടുന്നത്? നീരാവി ഏൽക്കുമ്പോഴാണ്. കാരണം എന്താ? നീരാവിക്കാണ് കൂടുതൽ ഊർജമുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് നീരാവി ഏൽക്കുമ്പോൾ കൂടുതലായിട്ട് പൊള്ളുന്നത്. ഊർജം കൂടുതലുള്ളത് ഇതിനാണ്? നീരാവിക്കാണ്. കാരണം ഈ അധികമായിട്ട് ലഭിച്ച താപോർജം ഒക്കെ എന്താണ്? അവസ്ഥാ പരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചു. അപ്പൊ നീരാവിക്കാണ് എന്ത് ചെയ്തത്? ഊർജം അവിടെ കൂടുതലായിട്ട് ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് കൈ പൊള്ളുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. മർദ്ദവും തിളനിലയും. ദ്രാവകത്തിന്റെ തിളനില അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദ്രാവകത്തിന്റെ തിളനില അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില ഉയരുന്നുണ്ട്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ദ്രാവകത്തിന്റെ തിളനില എന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില ഉയരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. സാധാരണ ഭൂമിയുടെ പ്രതലത്തിലെ അന്തരീക്ഷ മർദ്ദം 1 ATM ആണ്. സാധാരണ ഭൂമിയുടെ പ്രതലത്തിലെ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് 1 ATM ആണ് എന്ന രീതിയിൽ പഠിച്ചു വെക്കുക. ഇനി ഉയരം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില കൂടുന്നുണ്ടെന്ന്. ഇനി ഉയരവുമായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ
ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഉയരം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? മർദ്ദം കുറയുന്നു. ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. ഒന്നുകൂടി പഠിച്ച പോയിന്റ് അത്രയും ഒന്നുകൂടി പറയാം. ദ്രാവകത്തിന്റെ തിളനില അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ആ ഒരു റിലേഷൻ. ദ്രാവകത്തിന്റെ തിളനിലയും മർദ്ദവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മർദ്ദം കൂടുമ്പോൾ തിളനില കൂടും. മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുമെന്ന കാര്യം പഠിച്ചു വെക്കുക. ഇനി ഉയരം കൂടുമ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ. എന്തൊക്കെ തമ്മിലാണ്? തിളനിലയും അതുപോലെ തന്നെ മർദ്ദവും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കുറയുകയാണ് ചെയ്യുക. ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഉയരവും മർദ്ദവും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ തിളനില എന്ന് പറയുന്നത് മർദ്ദവുമായി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, തിളനില കൂടുമ്പോൾ എന്താ ചെയ്യുന്നത്? അല്ലെ മർദ്ദം കൂടുമ്പോൾ എന്താണ്? തിളനിലയും കൂടുകയാണ് ചെയ്യുന്നത്. അത് തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ അല്ലെ? ഇനി അടുത്ത ഭാഗത്ത് പറയുന്നത് ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിൽ തുറന്നു വച്ച പാത്രത്തിൽ പാചകം ചെയ്യുന്നതിന് കൂടുതൽ സമയം എടുക്കുന്നത് എന്തുകൊണ്ടാണ്? മർദ്ദം കുറയുകയാണ് അല്ലെ? ഉയർന്ന പ്രദേശം എന്ന് പറയുമ്പോൾ ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയുകയാണ്. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ എങ്ങനെയാണ്? മർദ്ദം കുറവാണ്. മർദ്ദം കുറയുമ്പോൾ ജലത്തിന്റെ തിളനില കുറയും. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പർവ്വത പ്രദേശങ്ങളിൽ ഉയരം കൂടുതലാണ്. ഉയരം കൂടുതലാവുമ്പോൾ മർദ്ദം കുറവാണ്. മർദ്ദവും തിളനിലയും തമ്മിലാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. മർദ്ദം കുറവാണെങ്കിൽ തിളനിലയും എന്തായിരിക്കും? ബോയിലിംഗ് പോയിന്റും എന്തായിരിക്കും? ബോയിലിംഗ് പോയിന്റും കുറവായിരിക്കും. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഉയരം കൂടുന്നുണ്ട്. പർവ്വത പ്രദേശങ്ങളിലാകുമ്പോൾ ഉയരം കൂടുതലാണ്. അവിടെ മർദ്ദം കുറവാണ്. മർദ്ദം കുറവാകുമ്പോൾ ബോയിലിംഗ് പോയിന്റും കുറവാണ്. ബോയിലിംഗ് പോയിന്റ് കുറവ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ താപനിലയിൽ നമ്മൾ ഇവിടെ പാചകം ചെയ്യുകയല്ലേ? തുറന്ന പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോ ഈ കുറഞ്ഞ താപനിലയിൽ പാചക പ്രക്രിയയുടെ വേഗത എന്താ ചെയ്യുക? കുറയുകയാണ്. തിളനില കുറവല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് കുറച്ചധികം സമയം നമുക്ക് വേണ്ടിവരും. അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്ത്? പ്രഷർ കുക്കർ എന്ന് പറയുന്നത്. അതായത് പ്രഷർ കുക്കറിന്റെ ഉള്ളിൽ എങ്ങനെയാണ്? മർദ്ദം കൂടുതലായിരിക്കുമ്പോൾ തിളനില എങ്ങനെയായിരിക്കും? തിളനില ഉയരുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കുക്കറിനുള്ളിൽ പാചകം ചെയ്യുമ്പോൾ കുറഞ്ഞ സമയത്ത് നമുക്ക് പാചകം ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ഉയർന്ന പ്രദേശങ്ങളിൽ അല്ലെ പർവ്വത പ്രദേശങ്ങളിൽ തുറന്ന പാത്രത്തിൽ പാചകം ചെയ്യാൻ കൂടുതൽ സമയം എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അതുമായി കണക്റ്റഡ് ആയിട്ട് ആ സമയത്ത് നമുക്ക് കുക്കർ ഉപയോഗിക്കാമെന്നും മർദ്ദം വർദ്ധിക്കുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. ബോയിലിംഗ് പോയിന്റ് കൂടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് വേഗത്തിൽ പാചകം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ജലത്തിന്റെ താപധാരിതയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഹീറ്റ് കപ്പാസിറ്റി ആണ് കേട്ടോ. അപ്പൊ എന്താണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് നോക്കാം. ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിന്റെ അളവാണ് അതിന്റെ താപധാരിത. ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിന്റെ അളവ്, അതിനെയാണ് എന്ത് പറയുന്നത്? താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ താപധാരിത എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉയർന്ന താപം താങ്ങാനുള്ള കഴിവ് എന്നുള്ളതാണ് കേട്ടോ. ഉയർന്ന താപം താങ്ങാനുള്ള കഴിവ് എന്നാണ് താപധാരിത എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നത്, അതായത് താപം താങ്ങുന്നതിന് വേണ്ടിയിട്ട് താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിന്റെ അളവാണ് താപധാരിത. ഇനി താപധാരിത വളരെ കൂടുതലുള്ള ദ്രാവകമാണ് ജലം. താപധാരിത വളരെ കൂടുതലുള്ള ഒരു ദ്രാവകമാണ് ജലം എന്ന് പറയുന്നത്. ജലത്തിന്റെ താപധാരിത എളുപ്പത്തിൽ ഉയരുന്നില്ല. അപ്പോ ഈ ജലത്തിന്റെ താപനില എളുപ്പത്തിൽ ഉയരാത്തത് കാരണം അതിനെ നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് അതിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ചൂടുള്ള പദാർത്ഥങ്ങളെ തണുപ്പിക്കാനായിട്ട് ജലം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ചായയൊക്കെ ചൂടാണെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ എന്ത് ചെയ്യും? ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കും അല്ലെ? അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ താപധാരിത പ്രയോജനപ്പെടുത്തുന്നത് ചൂടുള്ള പദാർത്ഥങ്ങളെ തണുപ്പിക്കാൻ? കൂടാതെ വാഹനങ്ങളുടെ റേഡിയേറ്ററുകളിൽ പ്രത്യേകതരം കൂളന്റും
ജലവും അടങ്ങിയ മിശ്രിതമാണ് ഉപയോഗിക്കുന്നത്. ഈ കൂളന്റിനോടൊപ്പം ജലം കൂടി ചേർക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഉയർന്ന താപധാരിതയുള്ള വെള്ളം ഉപയോഗിക്കുമ്പോൾ, വെള്ളത്തിന് എന്താണ്? ഉയർന്ന താപധാരിതയാണ്. അപ്പൊ ഈ ഉയർന്ന താപധാരിതയുള്ള വെള്ളം ഉപയോഗിക്കുമ്പോൾ എഞ്ചിനിൽ നിന്ന് വലിയ അളവിലുള്ള താപം ആഗിരണം ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ? അപ്പൊ ഈ ഒരു താപനിലയിൽ വലിയ വർധനവൊന്നും ഇല്ലാതെ തന്നെ താപം റിലീസായി പോകാനായിട്ട് സാധിക്കും. പിന്നെ ശരീരത്തിന്റെ താപനില വർദ്ധിക്കാതെ നിലനിർത്തുന്നതിനും ജലത്തിന് ഒരു വലിയ പങ്കുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം 5th സ്റ്റാൻഡേർഡിന്റെ ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്? നമ്മുടെ ശരീരത്തില് വിവിധ പാർട്സിലെ ജലത്തിന്റെ പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസ്ഥികളിലെ, ബ്രെയിനിലെ, രക്തത്തിലാണ് ഏറ്റവും കൂടുതൽ, 94% നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഭൂരിഭാഗവും എന്താണ്? വെള്ളമാണ്, അല്ലെ? അപ്പൊ ശരീരത്തിൽ താപനില പെട്ടെന്ന് മാറാതെ നിലനിർത്താനായിട്ട് ജലത്തിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്രയും കാര്യങ്ങൾ ജലത്തിന്റെ ഉയർന്ന താപധാരിത പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് നമ്മൾ പഠിച്ചത്. നിത്യജീവിതത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങൾ, അല്ലെ? ഇനി ജലത്തിന്റെ ഘടനയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ജലത്തിന്റെ ഘടന എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഹൈഡ്രജൻ ഉണ്ട്, അല്ലെ? ഇതൊരു ഹൈഡ്രജൻ ആണ്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ ഇതെന്താണ്? മുകളിൽ തന്നിരിക്കുന്നത് എന്താണ്? ഓക്സിജൻ ആണ്, അല്ലെ? H2O എന്നാണ് ജലത്തിന്റെ ഒരു കെമിക്കൽ ഫോർമുലയായിട്ട് നമ്മൾ പറയുന്നത്. H2O. ഓക്കെ, H2O. ഇനി ഒരു ജല തന്മാത്രയിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും അടങ്ങിയിരിക്കുന്നു. ഭൂമിയിൽ ജീവൻ ഉത്ഭവിക്കുന്നത് തന്നെ കാരണമായിട്ടുള്ള അമൂല്യമായ ഒരു പ്രകൃതി വിഭവമാണ് ജലം എന്ന് പറയുന്നത്. ജലത്തിന്റെ പ്രധാന രാസ ഭൗതിക സ്വഭാവങ്ങളെ കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഒരേ സമയം ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിൽ കാണപ്പെടുന്നുണ്ട്, അല്ലെ? ജലം എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് തന്നെ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിൽ കാണപ്പെടുന്ന പ്രകൃതിദത്തമായ ഒരു പദാർത്ഥമാണ് എന്ത്? ജലം. ജലത്തിന്റെ ഘടന ഒന്നുകൂടി നോക്കാം. നമുക്കറിയാം 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്, ഒരു ഓക്സിജൻ ആറ്റമാണുള്ളത്. പിന്നെ ഭൂമിയിൽ ജീവൻ ഉത്ഭവിക്കുന്നതിന് തന്നെ കാരണമായിട്ടുള്ള അമൂല്യമായ പ്രകൃതി വിഭവമാണ് ജലം. ഇനി ജലം എന്ന് പറയുമ്പോൾ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിൽ കാണപ്പെടുന്ന പ്രകൃതിദത്തമായിട്ടുള്ള പദാർത്ഥമാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാണ് ജലം ഉണ്ടാകുന്നത്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാണ് ജലം ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ കത്തുന്ന വാതകം എന്ന വിശേഷണമുള്ള വാതകമാണ് ഹൈഡ്രജൻ. ഓക്സിജൻ എന്ന് പറയുമ്പോഴോ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ജലം ഉണ്ടാകുന്നത്, അല്ലെ? ജലം നമുക്ക് തീ കെടുത്താനായിട്ട് യൂസ് ചെയ്തോടെ. അപ്പോ നമുക്ക് പറയാം, എന്ത്? ഹൈഡ്രജന്റെയോ ഓക്സിജന്റെയോ സ്വഭാവം ജലത്തിൽ അവശേഷിക്കുന്നില്ല. ഉണ്ടോ? ഹൈഡ്രജൻ എന്ന് പറയുന്നത് കത്തുന്ന വാതകം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ജലം. ഈ ജലം ഉപയോഗിക്കുന്നത് ആകട്ടെ തീ കെടുത്താനും. അപ്പോ നമുക്ക് പറയാനായിട്ട് പറ്റും, ഹൈഡ്രജന്റെയോ ഓക്സിജന്റെയോ എന്താണ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് ജലത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്സിജൻ സാധാരണ ഏത് അവസ്ഥയിലാണ് കാണുന്നത്? ഏതവസ്ഥയിലാണ്? വാതകാവസ്ഥയിലാണ്. ഹൈഡ്രജൻ ആണെങ്കിലും വാതകാവസ്ഥയിലാണ്. 2 വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ചേർന്നിട്ടാണ് ദ്രാവകാവസ്ഥയിലുള്ള ജലം ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ദ്രാവകാവസ്ഥയിൽ കാണുന്ന ജലം എന്ന് പറയുമ്പോൾ ജല തന്മാത്രകൾക്കിടയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ആകർഷണ ബലമുണ്ട്. അപ്പൊ ഈ ആകർഷണ ബലം കാരണമാണ് ജലത്തിന്റെ പല സവിശേഷ സ്വഭാവങ്ങളുടെയും കാരണമായിട്ട് പറയുന്നത്. ജല തന്മാത്രകൾക്കിടയിലുള്ള പ്രത്യേകമായിട്ടുള്ള ആകർഷണ ബലം കാരണമാണ് ജലത്തിന് പല സവിശേഷ സ്വഭാവങ്ങളും ഉള്ളത്. ജലം അന്തരീക്ഷ താപനിലയിൽ ദ്രാവകമായിരിക്കുന്നതിന് കാരണവും ഇതുതന്നെയാണ്. ഈ തന്മാത്രകൾക്കിടയിലുള്ള ആകർഷണ ബലമാണ്. ജലത്തിന്റെ പ്രതല ബലത്തിന് കാരണവും ഈ ഒരു ആകർഷണ ബലം തന്നെയാണ്. ജലത്തിന്റെ പ്രതല ബലം, ജലം എന്താണ് സാധാരണ അന്തരീക്ഷ താപനിലയിൽ ദ്രാവകമായിരിക്കുന്നതിന് കാരണവും ഒക്കെ എന്താണ്? ജല തന്മാത്രകൾക്കിടയിലുള്ള ഈ സവിശേഷമായിട്ടുള്ള ആകർഷണ ബലം തന്നെയാണ്. ഈ പരസ്പര ആകർഷണ ബലം ജല തന്മാത്രകളെ ചേർത്ത് നിർത്തുന്നില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? എന്തായിരിക്കും? ജലം വാതകാവസ്ഥയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പുഴകളും സമുദ്രങ്ങളും ഒന്നും നമുക്ക് ഉണ്ടാവില്ല, അല്ലെ? പ്രകൃതി ജീവജാലങ്ങൾ ഒന്നും തന്നെ കാണപ്പെടില്ല. നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ജലം കിട്ടുകയുമില്ല. അപ്പൊ ജല തന്മാത്രകൾക്കിടയിൽ സവിശേഷമായിട്ടുള്ള ഒരു ആകർഷണ ബലമുള്ളത് കാരണം അന്തരീക്ഷ താപനിലയിൽ ജലം ദ്രാവകമായിരിക്കുന്നു. ജലത്തിന്റെ പ്രതല ബലത്തിന് കാരണമാകുന്നുണ്ട്.
ഈ സവിശേഷമായിട്ടുള്ള ആകർഷണ ബലം ജലതന്മാത്രകളെ ചേർത്ത് നിർത്തുന്നില്ലായിരുന്നുവെങ്കിൽ ജലം വാതകാവസ്ഥയിൽ കാണപ്പെട്ടേനെ. അതുകൊണ്ട് തന്നെ അങ്ങനെ വാതകാവസ്ഥയിൽ ആയിരുന്നെങ്കിൽ പുഴകളും സമുദ്രങ്ങളും ജീവൻ തന്നെ ഈ ഒരു ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഹൈഡ്രജനും ഓക്സിജനും സംയോജിച്ചിട്ടാണ് ജലം ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. ജലത്തെ വിഘടിച്ചാൽ വീണ്ടും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കാനായിട്ടും പറ്റും, അല്ലെ? ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് ജലം ഉണ്ടാവുന്നത്. അപ്പൊ ജലത്തെ വിഘടിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റാനായിട്ട് കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ജലത്തെ വൈദ്യുത വിശ്ലേഷണം ചെയ്തിട്ട് നമുക്ക് എന്ത് മാറ്റാനായിട്ട് പറ്റും? ഹൈഡ്രജനും ഓക്സിജനെയും വേർതിരിക്കാനായിട്ട് സാധിക്കും. ജലത്തെ എന്ത് ചെയ്യണം? വൈദ്യുത വിശ്ലേഷണം ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. ജലത്തെ വൈദ്യുത വിശ്ലേഷണം ചെയ്യുന്ന ഉപകരണമാണ് ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ. ഇനി ഇവിടെ നോക്കാം. ജലത്തെ ഇലക്ട്രോളിസിസ് ചെയ്യുന്ന ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ ആണ് ചിത്രത്തിൽ കാണുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതില് ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗം ഘടിപ്പിച്ചിരിക്കുന്നത് എങ്ങോട്ടാണ്? നെഗറ്റീവ് ഭാഗം ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്താണ് എന്ത് ഫോം ചെയ്യുന്നത്? ഹൈഡ്രജൻ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗം ഘടിപ്പിച്ചിരിക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ ഫോം ചെയ്യുന്നത്. ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് എന്ത്? ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ. ഇവിടെ ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗം ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് ഹൈഡ്രജനും പോസിറ്റീവ് ഭാഗം ഘടിപ്പിച്ചിരിക്കുന്നിടത്ത് ഓക്സിജനുമാണ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡിൽ ഹൈഡ്രജനും പോസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡിൽ ഓക്സിജനുമാണ് ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ ആണ്. ജലത്തെ വൈദ്യുത വിശ്ലേഷണം ചെയ്യുന്ന ഉപകരണമാണ് ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ. ഇനി ഈ ഒരു ഭാഗത്ത് ഈ ബോക്സ് ആദ്യം നോക്കാം. താപനില വ്യത്യാസപ്പെടുന്നത് അനുസരിച്ച് ജലത്തിന്റെ സാന്ദ്രതയിൽ വ്യത്യാസം സംഭവിക്കും. അപ്പൊ ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മുൻപ് PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 0 ഡിഗ്രി സെൽഷ്യസ്, 4 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെയായിരുന്നു ഓപ്ഷൻസ്. അപ്പൊ സാന്ദ്രത ഏറ്റവും അധികം അനുഭവപ്പെടുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നത്. 4 ഡിഗ്രി സെൽഷ്യസ്. ഇതിൽ നിന്ന് തണുപ്പിച്ചാലും ചൂടാക്കിയാലും വ്യാപ്തം വർദ്ധിക്കും. ഓക്കെ, ഇതിൽ നിന്ന് തണുപ്പിച്ചാലും ചൂടാക്കിയാലും പിന്നീട് എന്ത് സംഭവിക്കും? വ്യാപ്തം വർദ്ധിക്കും. ഇനി നോക്കിയേ, ഐസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇങ്ങനെ പൊങ്ങിക്കിടന്ന് അടിയിലുള്ള ജലത്തെ ഐസ് ആവാതെ സംരക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ വെള്ളത്തിൽ മത്സ്യങ്ങളോ മറ്റ് ജീവജാലങ്ങളോ ഉണ്ടാകുമായിരുന്നില്ല. അതായത് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ജലം തണുക്കുമ്പോൾ ജലത്തിന് എന്ത് ചെയ്യും? സാന്ദ്രത വർദ്ധിക്കും. ജലം തണുക്കുമ്പോൾ ജലത്തിന്റെ സാന്ദ്രത കൂടും. തണുത്ത ജലം അപ്പൊ താഴ്ന്നു പോവുകയും ചെയ്യും. അപ്പൊ ഈ ഒരു താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആവുന്നത് വരെയാണ് ഇത് സംഭവിക്കുന്നത്. അന്തരീക്ഷ താപനില 4 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറയുമ്പോൾ സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യും. അപ്പൊ ഈ ഒരു പ്രതിഭാസത്തിന് കാരണമായിട്ടുള്ള ജലത്തിന്റെ സവിശേഷതയാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, ജലത്തിന്റെ അസ്വാഭാവിക വികാസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൾഡ് SCERT ഉണ്ട് കേട്ടോ. ഓൾഡ് SCERT 8th സ്റ്റാൻഡേർഡിൽ പറയുന്നുണ്ട് ജലത്തിന്റെ അസ്വാഭാവിക വികാസത്തെ കുറിച്ച്. അതായത് ജലം തണുക്കുമ്പോ അതിന്റെ സാന്ദ്രത കൂടുകയാണ് ചെയ്യുന്നത്. ജലത്തിന്റെ സാന്ദ്രത കൂടുമ്പോ എന്ത് സംഭവിക്കും? ഈ താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആവുന്നത് വരെയാണ് ഈ രീതിയിൽ സംഭവിക്കുന്നത് കേട്ടോ. ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയും തണുത്ത ജലം താഴ്ന്നു പോവുകയും ചെയ്യുന്നത്. അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് ആവുന്നത് വരെയാണ്. ഇനി അന്തരീക്ഷ താപനില 4 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സാന്ദ്രത ഏറ്റവും കുറയുകയാണ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ജലത്തിന് ഏറ്റവും അധികം സാന്ദ്രതയാവുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി ഈ താപനില 4 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറയുമ്പോൾ, സാന്ദ്രത കുറയുമ്പോൾ എന്ത് ചെയ്യും? വ്യാപ്തം കൂടുകയാണ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ ഒരു പോയിന്റ് പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. സാന്ദ്രത ഏറ്റവും അധികമാകുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇതിൽ നിന്ന് പിന്നീട് തണുപ്പിച്ചാലും ചൂടാക്കിയാലും വ്യാപ്തം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അന്തരീക്ഷ താപനില 4 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറയുമ്പോൾ സാന്ദ്രത കുറയുകയാണ് ചെയ്യുക. സാന്ദ്രത കുറയുമ്പോൾ എന്താണ്? വ്യാപ്തം കൂടുകയും ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വെള്ളം ഐസ് ആകുമ്പോൾ അതിന്റെ വ്യാപ്തം കൂടുകയാണ്. വെള്ളം ഐസ് ആകുമ്പോൾ വ്യാപ്തം കൂടുന്നുണ്ട്. വ്യാപ്തം കൂടുമ്പോൾ എന്താ സംഭവിക്കുക? സാന്ദ്രത കുറയുകയാണ് ചെയ്യുക. സാന്ദ്രത കുറയുന്നതുകൊണ്ടാണ് വെള്ളത്തിൽ എന്ത് ചെയ്യുന്നത്? ഐസ് പൊന്തി കിടക്കുന്നത് കേട്ടോ. അങ്ങനെ ജലത്തിൽ ഈ ഒരു ഐസ് പൊങ്ങി കിടക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഐസിന് താഴെയുള്ള ജലത്തില് മറ്റുള്ള മത്സ്യങ്ങളും ജീവികളും ഒക്കെ
വസിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? തണുപ്പുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ച് ഈ രീതിയാണ്. ഇപ്പൊ പഠിച്ചു വെക്കേണ്ട കാര്യം ഇതാണ്. വെള്ളം ഐസ് ആകുമ്പോൾ അതിന്റെ വ്യാപ്തം കൂടുന്നുണ്ട്. വ്യാപ്തം കൂടുക എന്ന് പറയുമ്പോൾ അതിന്റെ സാന്ദ്രത കുറയുകയാണ്. കുറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? തണുത്ത പ്രദേശങ്ങളിൽ ഈ പുഴകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഐസ് പൊങ്ങിക്കിടക്കുകയും താഴ്ഭാഗത്ത് ജലത്തില് മത്സ്യങ്ങളും മറ്റും ജീവിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികം അനുഭവപ്പെടുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇവിടെ ഇപ്പൊ മനസ്സിലായല്ലോ, ഒരു കഷ്ണം ഐസ് ജലത്തിലിട്ടാൽ അത് ജല ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന്റെ കാരണം എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ജലം ഐസ് ആയിട്ട് മാറുമ്പോൾ അതിന്റെ വ്യാപ്തം വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു? സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. ഈ പോയിന്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ജലം ഐസ് ആയിട്ട് മാറുമ്പോൾ അതിന്റെ വ്യാപ്തം വർദ്ധിക്കുന്നു, സാന്ദ്രത കുറയുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു കഷ്ണം ഐസ് നമ്മൾ ജലത്തിൽ ഇടുകയാണെങ്കിൽ അവിടെ ജല ഉപരിതലത്തിൽ അത് പൊങ്ങിക്കിടക്കുന്നതിന്റെ കാരണം ഇതാണ്. ഓക്കെ, ഇനി തണുപ്പ് രാജ്യങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യം കണ്ടോ? തണുപ്പ് രാജ്യങ്ങളിൽ സാധാരണയായി താപനില പലപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയും വരും. അപ്പോൾ അവിടെ നദികളിലും തടാകങ്ങളിലുമുള്ള ജലം പൂർണ്ണമായി ഐസായിട്ട് മാറും. ആ ഐസ് എന്ത് ചെയ്യും? പൊങ്ങിക്കിടക്കും. ജലജീവികളുടെ ഐസിനുള്ളിൽ പെട്ട് നശിച്ചു പോകും അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഐസ് പൊങ്ങിക്കിടക്കും. അതിന്റെ തൊട്ട് താഴെയുള്ള വെള്ളത്തിലാണ് എന്ത് ചെയ്യുന്നത്? ജലജീവികൾ വസിക്കുന്നത്. അത് മനസ്സിലായല്ലോ. ഇനി അടുത്തത്, ഉപ്പ് പോലുള്ള പദാർത്ഥങ്ങൾ ചേർത്ത ജലത്തിന്റെ തിളനില ശുദ്ധജലത്തിന്റെ തിളനിലയേക്കാൾ കൂടുതലായിരിക്കും. ഉപ്പ് ചേർക്കുമ്പോൾ ജലം തിളയ്ക്കാൻ കൂടുതൽ ഊർജം ആവശ്യമായിട്ട് വരുന്നു. അതിനാൽ ഉപ്പുവെള്ളത്തിന്റെ തിളനില ശുദ്ധജലത്തിന്റേതിനേക്കാൾ കൂടുതലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? ഏത് ചാപ്റ്ററിലാണ് ഞാൻ ഓർക്കുന്നില്ല. ഒരു ചാപ്റ്ററിൽ നമ്മൾ അതിന്റെ തിളനിലയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് പോലെയുള്ള പദാർത്ഥങ്ങൾ ചേർത്ത ജലത്തിന്റെ തിളനില ശുദ്ധജലത്തിന്റെ തിളനിലയേക്കാൾ കൂടുതലായിരിക്കും. കാരണം ഉപ്പ് ചേർക്കുമ്പോൾ ജലം തിളയ്ക്കാനായിട്ട് കൂടുതൽ ഊർജം ആവശ്യമായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഉപ്പുവെള്ളത്തിന്റെ തിളനില ശുദ്ധജലത്തിന്റെ തിളനിലയേക്കാൾ കൂടുതലാണ് ആകുന്നത്. ഓക്കെ, ഇനി അടുത്തത് ജല മലിനീകരണം. ജലം ഒരു സാർവിക ലായകമാണ്. എന്ന് വെച്ചാല് വിവിധ പദാർത്ഥങ്ങളെ ലയിപ്പിക്കാനുള്ള കഴിവ് ജലത്തിനുണ്ട്. അതുകൊണ്ടാണ് സാർവിക ലായകം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ജലം ഒരു സാർവിക ലായകമാണ്. വിവിധ പദാർത്ഥങ്ങളെ ലയിപ്പിക്കാനുള്ള കഴിവ് ജലത്തിന്റെ ശുദ്ധത നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ട് അല്ലെ? ഇനി നോക്കിയേ, നമ്മുടെ പുഴകളും തോടുകളും സമുദ്രങ്ങളും എല്ലാം മലിനീകരിക്കപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങള്? കൃഷിയിടങ്ങളിൽ നിന്നുള്ള രാസവസ്തുക്കൾ, ഫാക്ടറിയിൽ നിന്നുള്ള രാസവസ്തുക്കൾ, വാഹനങ്ങളിൽ നിന്നുള്ള എണ്ണകൾ. പിന്നെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മള് തോട്ടിലും പുഴയിലും ഒക്കെ പോയി തുണി അലക്കുന്നത്, പശുവിനെ കുളിപ്പിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ജല മലിനീകരണത്തിന് കാരണമാവുന്നുണ്ട്. വീണ്ടും പിക്ചർ വന്നിട്ടുണ്ട്, കണ്ടോ? ജല മലിനീകരണത്തിന് ചിത്രം വന്നിട്ടുണ്ട്. ഫാക്ടറികളിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് പുറന്തള്ളുന്നത്, പിന്നെ പ്ലാസ്റ്റിക് പോലെയുള്ള ഇനോർഗാനിക് വേസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊക്കെ ജലമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. നിങ്ങളുടെ വീടിന്റെയും വിദ്യാലയത്തിന്റെയും പരിസരത്ത് ജലമലിനീകരണത്തിന് കാരണമാകുന്ന രാസവസ്തുക്കൾ കണ്ടെത്തി എഴുതാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ജലമലിനീകരണം കാരണമുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ജലസസ്യങ്ങളുടെ നാശം, ഭക്ഷ്യശൃംഖലയുടെ നാശം, മണ്ണ് മലിനീകരണം, രോഗങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ജലമലിനീകരണം കാരണം സംഭവിക്കുന്നുണ്ട്. ശുദ്ധജലം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ്. എന്നാൽ ലോകത്ത് ധാരാളം ആളുകൾക്ക് ഇത് കിട്ടാക്കനിയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വർഷം തോറും വിവിധ ജലജന്യ രോഗങ്ങൾ കാരണം മരിക്കുന്നുണ്ട്. ജല അവകാശം, ജന്മാവകാശം എന്ന മുദ്രാവാക്യം ഈ ഒരു സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ്. പിന്നെ USCERT നമ്മൾ നോക്കുമ്പോൾ ആ USCERTയിൽ നമുക്ക് കാണാവുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഓരോ ചാപ്റ്ററും എൻഡ് ചെയ്യുന്നത് ഒരു മോറൽ വാല്യൂ കുട്ടികൾക്ക് പകർന്നു കൊടുത്തുകൊണ്ടാണ് അല്ലെ? ശുദ്ധജലം സംരക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയാണ് ഈ ഒരു ചാപ്റ്ററിൽ മോറൽ വാല്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയും പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് PSC ചോദിച്ചൊരു ചോദ്യത്തിന്റെ ഓർമ്മയിൽ വന്നത് കൃത്രിമ ജലം ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്ലി ആണെന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ലോക ജലദിനം എന്നാണ്? മാർച്ച് 22 ആ 2 പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാട്ടോ. LGSനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ലോക ജലദിനം എന്നാണ് എന്നുള്ളൊരു ചോദ്യം. ഓക്കെ, ലോക ജലദിനം. ഓക്കെ, ലോക ജലദിനം എന്നാണ്? മാർച്ച് 22 മാർച്ച് 22. ഓക്കെ, ലോക ജലദിനം എന്ന് പറയുന്നത് ലോക ജലദിനം മാർച്ച് 22. പിന്നെ അതുപോലെ കൃത്രിമമായിട്ട് ജലം ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിച്ച വ്യക്തി ആരാണ്? ജോസഫ് പ്രീസ്ലി ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ജലാവകാശം, ജന്മാവകാശം കേട്ടോ. ഈ ഒരു പോയിന്റോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു ക്ലാസ് തീരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ ജലം എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഓൾഡ് SCERT ജലം എന്ന ചാപ്റ്ററിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് കേട്ടോ. ജലത്തിന്റെ ബോയിലിംഗ് പോയിന്റോട് കൂടിയിട്ടാണ് ആ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. ജലത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്.
പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില ഉയരും എന്നുള്ളതാണ്. ഇപ്പൊ പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. 120 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ അതുപോലെ മർദ്ദം കുറയുമ്പോൾ ജലത്തിന്റെ തിളനില കുറയുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ജലത്തിന് ഏറ്റവും അധികം സാന്ദ്രത അനുഭവപ്പെടുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. പിന്നെ വെള്ളം ഐസ് ആകുമ്പോൾ അതിന്റെ വ്യാപ്തം കൂടും അല്ലെ. സാന്ദ്രത കുറഞ്ഞ് അതിന്റെ വ്യാപ്തം കൂടുകയാണ് ചെയ്യുന്നത്. ആ കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ അതുപോലെ ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണവുമായി റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? ഹോഫ്മാൻ ജല വോൾട്ടാമീറ്ററിനെ കുറിച്ച് പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. എന്താണ് ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ? ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര് നമ്മൾ പഠിച്ചു. ഏതായിരുന്നു? ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ ആണ് അല്ലെ. ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ ആണ് നമ്മൾ പഠിച്ചു. ഓക്കെ. പിന്നെ വരുന്നത് പ്രതലബലം അല്ലെ. ജലത്തിന്റെ പ്രതലബലം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രതലബലം സോപ്പ് ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കുന്നുണ്ടെന്ന കാര്യം പോയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് എന്തായിരുന്നു? കഠിനജലവും അതുപോലെ തന്നെ മൃദുജലവും. സോപ്പ് നന്നായി പതയുന്ന ജലമാണ് മൃദുജലം. സോപ്പ് നന്നായി പതയാത്ത ജലം കഠിനജലമാണ്. കാഠിന്യത്തിന് കാരണം എന്ന് പറയുന്നത് ആ കാഠിന്യത്തിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? ലയിച്ചു ചേർന്നിട്ടുള്ള മഗ്നീഷ്യം, കാൽസ്യം ലവണങ്ങളാണ്. അപ്പൊ താൽക്കാലിക കാഠിന്യമാണെങ്കിൽ അത് നമുക്ക് തിളപ്പിച്ച് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ജലത്തിലെ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഒക്കെ ബൈകാർബണേറ്റുകൾ ആണെങ്കിൽ അതെന്താ? താൽക്കാലിക കാഠിന്യത്തിന് കാരണമാകുന്നതാണ്. അത് തിളപ്പിക്കുമ്പോൾ മാറുന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി സ്ഥിര കാഠിന്യമാണെങ്കിൽ എങ്ങനെയാണ്? ജലത്തില് ഈ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഒക്കെ ക്ലോറൈഡും സൾഫേറ്റിന്റെയും ഒക്കെ പ്രസൻസ് ആണെങ്കിൽ അത് പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണമാവും. അത് തിളപ്പിച്ച് മാറ്റാനായിട്ട് കഴിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. പിന്നെ ഹെവി വാട്ടറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓൾഡ് SCERT ഹെവി വാട്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഘനജലം. എന്താണ് ഘനജലം? ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആയിട്ടുള്ള ഡ്യൂറ്റീരിയം അടങ്ങിയിട്ടുള്ള ജലത്തിനെയാണ് എന്ത് പറയുക? ഘനജലം എന്ന് പറയുക കേട്ടോ. ഘനജലം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇവിടെ ജലത്തിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? 2 ഓക്സിജൻ ആറ്റങ്ങളും ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന രീതിയിലാണ് പഠിച്ചത് അല്ലെ. 2 ഓക്സിജൻ, ഇത് ഓക്സിജൻ ആറ്റം ആണ്, ഇതും ഓക്സിജൻ ആറ്റം ആണ്. പിന്നെ അതുപോലെ ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റവും. അപ്പം ഇതാണ് എന്ത്? വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ഹൈഡ്രജന് പകരം ഹെവി വാട്ടറിൽ എങ്ങനെയാണ്? സാധാരണ ഹൈഡ്രജന് പകരം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് പകരം ഇവിടെ എന്തായിരിക്കും? ഡ്യൂറ്റീരിയം ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഡ്യൂറ്റീരിയം അടങ്ങിയിരിക്കുന്ന ജലത്തിനെയാണ് ഘനജലം എന്ന് പറയുന്നത്. അതിന്റെ പർപ്പസ് എന്താന്ന് വെച്ചാൽ ന്യൂക്ലിയർ റിയാക്ടറുകളിലൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത് കേട്ടോ, ഘനജലം. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതല്ലെങ്കിൽ ടെലഗ്രാം ചാറ്റ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. താങ്ക്